നമസ്തേ. ടോപ്പ് 7 at 7 സ്വാഗതം. നോക്കാം ഒരു വാർത്താ പകൽ അരമണിക്കൂറിൽ. അതിജീവിതയ്ക്ക് പരസ്യ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നെഴുതിയ വെള്ളക്കപ്പുമായി LDF സത്യാഗ്രഹവേദിയിലാണ് മുഖ്യമന്ത്രി എത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക വിവാദത്തിലെ ഒന്നാമത്തെ ഇര ഇതേ വാചകങ്ങളുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലിരുന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന അതിജീവിതയുടെ വാക്കുകൾ ഈ സമൂഹത്തിലുണ്ടാക്കിയ അലയൊലികളാണ് നാം കാണുന്നത്. മുഖ്യമന്ത്രി വലിയ പിന്തുണ അതിജീവിതയ്ക്ക് നൽകുകയാണ്. വിവരങ്ങൾ. നീലിമ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് അതിജീവിത ഫേസ്ബുക്കിൽ എഴുതുന്നത്. അതേ വാചകമാണ് മുഖ്യമന്ത്രിയുടെ കപ്പിലും എഴുതിയത്. ഇന്ന് രാവിലെ നടന്ന LDF സമരവേദിയിലാണ്, സത്യാഗ്രഹ വേദിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യ പിന്തുണയുമായി മുഖ്യമന്ത്രി എത്തുന്നത്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നായിരുന്നു ആ വാചകം, ഈ ഫേസ്ബുക്കിലൂടെ അതിജീവിത കുറിച്ച വാചകം. അതേ വാചകം വെള്ളക്കപ്പിൽ എഴുതി ആ വെള്ളക്കപ്പുമായിട്ടാണ് ഇന്ന് സമരവേദിയിലെത്തിയത്. ഈ LDF സമരവേദിയിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. അത് തന്നെയാണ് ഐക്യദാർഢ്യമായി, അതിജീവിതയ്ക്കുള്ള ഐക്യദാർഢ്യമായിട്ട് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. വെള്ളക്കപ്പുമായിട്ടാണ് എത്തിയത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ പരിപാടി നടന്നത്. ആ പരിപാടിയിൽ യോഗത്തിൽ സമരവേദിയിലാണ് ഇത്തരത്തിലൊരു കപ്പുമായി എത്തിയത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കപ്പ് വാചകം ചർച്ചയാക്കുന്നത്. അത് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ അതിജീവിതയും സമാനമായ രീതിയിൽ ഒരു പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റിൽ കുറിച്ച വാചകങ്ങളിൽ അവസാന വാചകം, ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നാണ് അവസാനിപ്പിക്കുന്നത്. ആ വാചകം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു തെറ്റായ ഒരാളെ പിതാവാകാൻ തെരഞ്ഞെടുപ്പിൽ ഖേദിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെറ്റായ തീരുമാനമെടുത്തതിൽ ഖേദിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിജീവിതം പറയുന്നുണ്ട്. അങ്ങനെ ആ പറയുന്ന വാചക പോസ്റ്റാണ് മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് തങ്ങളോട് ക്ഷമിക്കട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു, തീരുമാനമെടുത്തതിൽ പശ്ചാത്തലപ്പിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിലാണ് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന ഒരു വരി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വരി എടുത്തുകൊണ്ടാണ്, കപ്പിൽ ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും എത്തിയത്. ഇന്ന് രാവിലെയുള്ള LDF സത്യാഗ്രഹ വേദിയിൽ എത്തിയത്. ഇത് തന്നെയാണ് അതിജീവിതയ്ക്ക് പിന്തുണയുമായിട്ടാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണയാണ് എന്നതടക്കമുള്ള വ്യാഖ്യാനങ്ങളായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രശാന്ത്, അതിജീവിതയ്ക്ക് ഈ രൂപത്തിലും വലിയ പിന്തുണ നൽകുകയാണ് മുഖ്യമന്ത്രി. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തുടരും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തിരുവല്ല കോടതി നാളെയാണ് പരിഗണിക്കുക. രാഹുലിനെ നാളെ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം. ജാമ്യാപേക്ഷയിൽ കോടതി പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മൂന്നാമത്തെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്ന ചാറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മൂന്നാമത് രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിക്ക് നേരെയാണ് ഭീഷണി. അതിനിടെ വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകനെന്നും പോലീസ് FIRലുള്ള വടകരയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. രാഹുലിനെതിരെ ആദ്യ 2 പരാതികൾ ഉയർന്നതിന് പിന്നാലെ യുവതി രാഹുലുമായി ടെലഗ്രാമിൽ ചാറ്റ് ചെയ്തപ്പോഴാണ് യുവതിക്കെതിരെ ഭീഷണി മുഴക്കിയത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. പേടിപ്പിക്കാൻ നീയെന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട. കുറ്റസമ്മതം നടത്താനാണ് തീരുമാനം. ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. നീ എന്തു ചെയ്താലും അതിൻ്റെ ബാക്കി ഞാൻ ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ നീ താങ്ങില്ല എന്നിങ്ങനെയാണ് രാഹുൽ യുവതിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം യുവതി നാട്ടിൽ വന്ന് രാഹുലിനെ കാണുമെന്ന് പറഞ്ഞപ്പോൾ, നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി ഞാൻ നിന്റെ വീട്ടിൽ വരുമെന്നും ദാറ്റ്സ് ഓൾ എന്നും, ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട, എന്തു പറഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നും ചാറ്റിൽ രാഹുൽ പറയുന്നുണ്ട്. ആകെ ഇപ്പോൾ ഇല്ലാത്തതും നീ ഇപ്പോൾ എക്സ്ട്രാ ചെയ്യുമെന്ന് പറയുന്നതും കേസ് കൊടുക്കലാണ്. ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ എന്നും അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞു വന്നാൽ എങ്ങനെ ജീവിക്കുമെന്നത് കാണണമെന്നും രാഹുൽ ഭീഷണി മുഴക്കുന്നുണ്ട്. നേരത്തെ തൻ്റെ അനുജത്തിയുടെ വിവാഹം മുടക്കുമെന്നുൾപ്പെടെ രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും യുവതി പോലീസിനെ മൊഴി നൽകിയിരുന്നു. അതേസമയം
വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകനെന്നും പോലീസ് എഫ്ഐആറിലുള്ള വടകരയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് യുവതിയെ രാഹുൽ ക്ഷണിച്ച ഫ്ളാറ്റ് എന്നത് കണ്ടെത്തണമെന്നും BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. അതിജീവിതമാരെ അധിക്ഷേപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്നും പ്രശാന്ത് ശിവൻ കുറ്റപ്പെടുത്തി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രാഹുല് വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടോ? അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എത്തിക്സ് കമ്മിറ്റിയിലുള്ളത് കോൺഗ്രസിന്റെയും CPMന്റെയും പ്രതിനിധികളാണ്. ഇവർ എന്തു നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് അറിയേണ്ടതുണ്ട്. കൂടാതെ അറസ്റ്റിന് തൊട്ടുമുൻപും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് പാലക്കാട് നഗരസഭയിലെ UDF കൗൺസിലർ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളാണെന്നും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നും പ്രശാന്ത് ശിവൻ വിമർശിച്ചു. ജനം, പാലക്കാട്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വീണ്ടും അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംസ്ഥാനത്ത് നടക്കുന്നത് എന്ത് അസംബന്ധമാണെന്ന് ചോദ്യം. എല്ലാ കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എന്താണ് ജോലിയെന്നും കോടതി ചോദിച്ചു. ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നത് സർക്കാർ ഗൗരവത്തിലെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികളായ A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷകൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതി KP ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വിമർശനം ഉന്നയിച്ചത്. ഒരാൾ പ്രതിചേർത്ത അന്നു മുതൽ ആശുപത്രിയിൽ കിടക്കുന്നു. മകൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതാണ് ആശുപത്രിയിൽ പോയതെന്നായിരുന്നു ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസിനെ പരാമർശിച്ചുള്ള കോടതിയുടെ വിമർശനം. സംസ്ഥാനത്ത് എന്ത് അസംബന്ധമാണ് നടക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടികളോട് യോജിപ്പില്ല. SITയുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് A. ബദറുദ്ദീൻ തുറന്നടിച്ചു. പത്മകുമാറിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ആവർത്തിച്ച ഹൈക്കോടതി ബുദ്ധിപൂർവ്വം കുറ്റം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പത്മകുമാർ മിനിറ്റ്സിൽ തിരുത്തുവരുത്തിയെന്നും കുറ്റപ്പെടുത്തി. ചെറിയ ഇരയിട്ട് വലിയ മീനിനെ പിടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലക്ഷ്യമെന്നും കോടതി വിമർശിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുമല്ല, എന്നാൽ എല്ലാമാണെന്നും കോടതിയുടെ പരാമർശമുണ്ടായി. സ്വർണത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുക 2019 DDI നൽകിയെന്ന 13ാം പ്രതി ഗോവർദ്ധൻ വാദമുന്നയിച്ചു. UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയിൽ വിടവുണ്ടായതിനെ തുടർന്നാണ് താൻ വീണ്ടും സ്വർണം പൂശിയത്. അയ്യപ്പ ഭക്തനായ താൻ ഇതുവരെ ശബരിമലയ്ക്കായി 1.4 കോടി രൂപ ചെലവഴിച്ചതായും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും ഗോവർദ്ധൻ അറിയിച്ചു. 3 ജാമ്യാപേക്ഷകളിലും വാദം കേട്ട ഹൈക്കോടതി ഇവ വിധി പറയാനായി മാറ്റി. ജനം, കൊച്ചി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസിന്റെ അറസ്റ്റിൽ സമ്മർദ്ദത്തിലായി SIT. അറസ്റ്റ് ചെയ്യാൻ പോലീസ് 2 തവണ നീക്കം നടത്തിയെങ്കിലും ബോധപൂർവം ആശുപത്രിയിൽ തുടരുന്നുവെന്ന് വിലയിരുത്തൽ. ശങ്കർദാസിന്റെ മകൻ കേരള പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥനായതിനാൽ അറസ്റ്റ് ഒഴിവാക്കാൻ ഉന്നതതല ഗൂഢാലോചന നടക്കുന്നതായും ആരോപണമുണ്ട്. ശരണമന്ത്രധ്വനിയിൽ ആയിരങ്ങളുടെ അകമ്പടിയിൽ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു. ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് എത്തിയതോടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ആചാരപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി. മരുതുവന ശിവൻകുട്ടി അയ്യപ്പന്റെ തിരുവാഭരണ പേടകം ശിരസിലേറ്റി. ഉടവാളുമായി പുണർദം നാൾ നാരായണവർമ്മ രാജപ്രതിനിധിയായി ഘോഷയാത്രയെ നയിക്കുന്നു.
മകരസംക്രമ ദിനത്തിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഉൾപ്പെടുന്ന ഒന്നാം പേടകം. ശബരിമലയിൽ കലശാഭിഷേകത്തിനുള്ള സ്വർണ്ണക്കുടങ്ങളും വെള്ളികെട്ടിയ ശംഖും പൂജാപാത്രങ്ങളും അടങ്ങിയ രണ്ടാം പേടകം. മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പിന് ഉയർത്തുന്ന കൊടിക്കൂറകൾ ഉൾപ്പെടുന്ന മൂന്നാം പേടകം. മരുതുവന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവാഭരണ വാഹക സംഘം 3 പേടകങ്ങളെയും ശിരസിലേറ്റി സന്നിധാനത്തേക്ക് യാത്ര ആരംഭിച്ചു. വാദ്യശരണഘോഷങ്ങളുടെ അകമ്പടിയിൽ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെട്ടു. വലിയ തമ്പുരാൻ ആചാരപൂർവ്വം കൈമാറിയ ഉടവാളുമായി പല്ലക്കിലേറി രാജപ്രതിനിധി പുണർതന്നാൾ നാരായണവർമ്മയും ഘോഷയാത്രയെ അനുഗമിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള പ്രമുഖർ തിരുവാഭരണം കണ്ടുതൊഴാൻ എത്തിയിരുന്നു. ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ധാർമ്മിക പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ധർമ്മയാത്രയുടെ തുടക്കമാണ് ഇന്നിവിടെ നിന്ന് കുറിച്ചിരിക്കുന്നത്. ഞാൻ സന്നിധാനത്തേക്ക് 16-ാം തീയതി പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെ പന്തളത്ത് തന്നെ ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ വരാൻ സാധിച്ചതിൽ അങ്ങേറ്റം തന്നെ സന്തോഷമുണ്ട്. 3 ദിനം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് തിരുവാഭരണ ഘോഷയാത്ര. 1-ാം ദിവസത്തെ യാത്ര അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ സമാപിക്കും. നാളെ 2-ാം ദിനത്തിൽ രാത്രി ലാഹ സത്രത്തിൽ യാത്ര അവസാനിക്കും. അവസാന ദിവസമായ 14-ന് ലാഹയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വൈകിട്ട് ശബരിമലയിലെത്തും. ശരംകുത്തിയിൽ സ്വീകരണം നൽകി തിരുവാഭരണ പേടകങ്ങളെ ദേവസ്വം ബോർഡ് സന്നിധാനത്തേക്ക് ആനയിക്കും. 18-ാം പടി കയറിയെത്തുന്ന 1-ാം പേടകത്തെ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അയ്യപ്പന് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന. നട തുറക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. 2ഉം 3ഉം പേടകങ്ങൾ മണിമണ്ഡപത്തിലേക്കാണ് പോകുന്നത്. ചടങ്ങുകൾ പൂർത്തിയാക്കി 20-ന് രാവിലെ രാജപ്രതിനിധി തിരുവാഭരണങ്ങളുമായി മലയിറങ്ങും. 21-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ രാത്രി 2 വരെ പെരുന്നാട് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തിരുവാഭരണം ചാർത്തി ദർശനമുണ്ട്. 22-ന് ആറന്മുള കൊട്ടാരത്തിലും തിരുവാഭരണം ദർശനത്തിന് വയ്ക്കും. 23-ന് പന്തളം കൊട്ടാരത്തിൽ തിരികെ എത്തിക്കും. ജനം, പത്തനംതിട്ട. അയ്യപ്പധർമ്മത്തിന്റെ വർത്തമാനകാല പ്രസക്തി എന്ന വിഷയത്തിൽ പന്തളം കൊട്ടാരത്തിൽ പ്രത്യേക ചർച്ച സംഘടിപ്പിച്ചു. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. ജനം TV ചീഫ് മെന്റർ A ജയകുമാർ, ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, പ്രശാന്ത് IAS, പന്തളം കൊട്ടാരം പ്രതിനിധികൾ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. PSLV C-62 വിക്ഷേപണം 3-ാം ഘട്ടത്തിൽ പരാജയം. 3-ാം ഘട്ടത്തിന്റെ അവസാന ജ്വലന സമയത്ത് വന്ന സാങ്കേതിക പിഴവാണ് പരാജയത്തിന് കാരണമായത്. സാങ്കേതിക തകരാർ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തുമെന്ന് ISRO ചെയർമാൻ അറിയിച്ചു. 16 ഉപഗ്രഹങ്ങളുമായി കുതിച്ചുയർന്ന PSLV C-62 ആദ്യ 2 ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. 3-ാം ഘട്ടത്തിന്റെ ജ്വലനം ആരംഭിച്ചതും പൂർണ്ണ കൃത്യതയോടെയായിരുന്നു. 3-ാം ഘട്ടം അവസാനിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് അപ്രതീക്ഷിത സാങ്കേതിക തകരാറുണ്ടായത്. തുടർന്ന് ദൗത്യത്തിന്റെ പാത തന്നെ വ്യതിചലിച്ച് റോക്കറ്റ് സഞ്ചരിക്കുകയായിരുന്നു. വിക്ഷേപണത്തിലുണ്ടായ സാങ്കേതിക പിഴവ് കൃത്യമായി പരിശോധിക്കുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ അറിയിച്ചു. We had attempted the PSLV C-62 EOS N1 mission. The PSLV vehicle is a 4-stage vehicle with 2 solid stages and 2 liquid stages. The performance of the vehicle up to the end of, close to the end of 3rd stage was as expected. Close to the end of the 3rd stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. ഭാരതത്തിന്റെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS N1 ഉൾപ്പെടെ 15 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഇന്ന് രാവിലെ 10:18 കൃത്യമായി വിക്ഷേപണം നടന്നു. ഭൂമിയിൽ നിന്നും 600 മുതൽ 800 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയായിരുന്നു ലക്ഷ്യം. വിക്ഷേപണ വാഹനത്തിന്റെ 4-ാം ഘട്ടം തിരിച്ച് ഭൂമിയിൽ എത്തിക്കുന്ന പരീക്ഷണവും ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. തുടർച്ചയായി 2ാം തവണയാണ് PSLV വിക്ഷേപണം പരാജയപ്പെടുന്നത്. സയൻസ് ഡെസ്ക്, ജനം. വികസന ചർച്ചയ്ക്ക് പിണറായിയെ വെല്ലുവിളിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നുണയുടെ കൊട്ടാരമെന്ന രൂക്ഷ വിമർശനം. കേരളത്തിന്റെ വികസന മുരടിപ്പിന് കാരണം പിണറായിയുടെ കഴിവില്ലായ്മയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ പ്രവർത്തനം പൂർണ്ണ പരാജയമാണെന്ന ആക്ഷേപവുമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാർ കേരളത്തെ അകമൊഴിഞ്ഞു സഹായിച്ചു. എന്താണ് സത്യം? CPM-ഉം കോൺഗ്രസും
ഭരിക്കുന്ന UPA സർക്കാർ 2004 മുതൽ 14 വരെ അവര് കേരളത്തിന് കൊടുത്ത കാശാണ് 72,000 കോടി. ഇതാണ് ഫാക്ട്. 2014 ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഈ നാട്ടിൽ വേണ്ട, രാജ്യത്തിൽ വേണ്ട. നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കാശ് കൊടുത്തു? 3,32,000 കോടി. ഇതാണ് സത്യം. അപ്പോൾ UPA ഭരിക്കുമ്പോൾ പിണറായി വിജയൻജി ഒരു സമരവും ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട്? ഇത് 4 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി 4.5 ഇരട്ടി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ പിന്നെ എന്തിനാണ് കാശ് കിട്ടുന്നില്ല പറഞ്ഞ്? പിണറായി കേന്ദ്രത്തെ സഹായിച്ചില്ലെന്ന വാദമുയർത്തുന്നത് പച്ചക്കള്ളമാണ്. കണക്കുകളാണ് ഇതിന് ഉത്തരം പറയുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയത് പിണറായി സർക്കാരാണെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. എന്നിട്ട് അതിന്റെ ഫലം എന്താണ്? 7 ലക്ഷം കോടി ചെലവാക്കിയ സംസ്ഥാന സർക്കാർ തന്ന ഫലമാണ് നാടിലെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. 30% തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, വിലക്കയറ്റം. അപ്പോൾ 7 ലക്ഷം കോടി ചെലവാക്കി, അതും 7 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് റെസീറ്റ് അത് ഞാൻ ചേർത്തിട്ടില്ല. ഗവൺമെന്റ് റെസീറ്റ് ചേർത്താൽ അത് 10 ലക്ഷം കോടി, 10 കൊല്ലത്തിൽ 10 ലക്ഷത്തിന് കൂടുതൽ കോടി ചെലവാക്കിയ സർക്കാരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സർക്കാർ. 1600 കോടി രൂപയുടെ കേന്ദ്ര പ്രോജക്റ്റാണ് കേരളത്തിന് നൽകാതെ തടഞ്ഞു വച്ചിരിക്കുന്നത്. 16,000 കോടി സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ചവിട്ടിവെച്ചിരിക്കുക. കേരള ലോസ്റ്റ് ഓവർ 16,000 crores ഡ്യൂ ടു നോൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് സെൻട്രൽ സ്കീംസ്. ഇതൊരു ഫാക്ടാണ്. CAG പറഞ്ഞ കാര്യമാണ്. ഉളുപ്പുണ്ടെങ്കിൽ പിണറായി രാജിവെക്കാൻ തയ്യാറാകണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ജനം, തിരുവനന്തപുരം. ഭാരതത്തിനെതിരെ പ്രകോപനവുമായി പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ്. ഭാരതത്തെ ആക്രമിക്കാൻ ആയിരക്കണക്കിന് ചാവേറുകൾ തയ്യാറാണെന്ന് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഓഡിയോ സന്ദേശം. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുക്കളും അനുയായികളും കൊല്ലപ്പെട്ടിരുന്നു. कभी क्या तरीका अख्तियार करते हैं, रब से मुलाकात का इनको इतना शौक है, ये एक नहीं है, ये 2 नहीं है, ये 100 नहीं है, ये 300 नहीं है, ये 1000 नहीं है. तादाद बता दूं तो कल दुनिया के मीडिया पर शोर मच जाएगा. ये चलेंगे इंशाअल्लाह, ये जाएंगे इंशाअल्लाह. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസർ ഭാരതത്തെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. ഏതു നിമിഷവും അക്രമം നടത്താൻ തയ്യാറായി ആയിരക്കണക്കിന് ചാവേർ ബോംബർമാർ സംഘടനയിലുണ്ടെന്നാണ് അവകാശവാദം. പ്രതിഫലം ആഗ്രഹിച്ചല്ല ചാവേറുകൾ പ്രവർത്തിക്കുന്നതെന്നും ചാവേറുകളുടെ കൃത്യമായ എണ്ണം വെളിപ്പെടുത്തിയാൽ ലോകമാധ്യമങ്ങളിൽ അത് വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്നും പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഭാരതത്തിലേക്ക് കടന്നുകയറി ചാവേറാവുക എന്ന ലക്ഷ്യത്തോടെ 1ഉം 2ഉമല്ല ആയിരക്കണക്കിന് ചാവേറുകൾ ഉണ്ടെന്നാണ് മസൂദ് അസർ പറയുന്നത്. ശബ്ദം മസൂദ് അസറിന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും എപ്പോൾ റെക്കോർഡ് ചെയ്തതാണെന്ന് വ്യക്തമായിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുക്കളും അനുയായികളും ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു. പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും ചാരസ് സംഘടനയായ ISIയും ചേർന്നുകൊണ്ട് ഭാരതത്തിനകത്ത് പുൽവാമ മോഡലിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിലും ജമ്മുകാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇതിനോടകം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റമുണ്ടായാൽ പാകിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കുന്ന മറുപടിയാകും ഇനി നൽകുക എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിമാരും വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. IS സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ATS. കസ്റ്റഡിയിലെടുത്ത സെയ്ദ് മുഹമ്മദ് ആദിലിന്റെ ദുരൂഹ ബന്ധങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ATS. ഭീകരവാദ ബന്ധങ്ങൾ സംബന്ധിച്ച ചോദ്യം ചെയ്യലിൽ പല വിവരങ്ങളും ആദിൽ മറച്ചുവെക്കുകയാണ്. IS ബന്ധം സംശയിച്ചാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് സെയ്ദ് മുഹമ്മദ് ആദിലിനെ കസ്റ്റഡിയിലെടുത്തത്. UAEയിൽ കഴിഞ്ഞിരുന്ന ആദിലിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ രാജ്യാന്തര ഭീകര സംഘടനകൾക്കായി പ്രവർത്തിച്ചവരെ കേന്ദ്രീകരിച്ചാണ് ATS അന്വേഷണം ആരംഭിച്ചത്. യുവാക്കളെ ഭീകര ഗ്രൂപ്പുകളിലേക്ക് ആകർഷിക്കാൻ ആദിൽ ശ്രമിച്ചിരുന്നെന്നാണ് വിവരം.
ഇത് സ്ഥിരീകരിക്കുന്ന ചില തെളിവുകൾ ലഭിച്ചെങ്കിലും ATSന്റെ തുടർച്ചയായ ചോദ്യം ചെയ്യലിലും നിർണായക വിവരങ്ങൾ പലതും അതിൽ മറച്ചുവെക്കുന്നതായാണ് സംശയം. കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം അറസ്റ്റിലേക്ക് കടക്കും. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് സൈബർ സെൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു ആദിലിന്റെ കൂട്ടാളികളെയും ATS ചോദ്യം ചെയ്യും. എറണാകുളം റൂറൽ പോലീസ് ജില്ലയിലെ ഒരു ASIയുടെ ബന്ധുവാണ് ആദിൽ. ജനം, കൊച്ചി. രേഖകളില്ലാതെ ബീഹാറിൽ നിന്ന് എത്തിച്ച 21 കുട്ടികളെ പാലക്കാട് കണ്ടെത്തി. കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുറാൻ അക്കാദമിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കുട്ടികളെയാണ് റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. കുട്ടികളെ പോലീസ് CWCക്ക് കൈമാറി. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി വരികയാണെന്നും വിദ്യാഭ്യാസ രേഖകൾ ലഭിച്ചാൽ കോഴിക്കോട് CWCക്ക് കൈമാറുമെന്നും പാലക്കാട് CWC ചെയർമാൻ സേതുമാധവൻ പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെ വിവേക് എക്സ്പ്രസിലാണ് 21ഓളം കുട്ടികളും 2 മുതിർന്ന ആളുകളും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. സംശയാസ്പദമായ നിലയിൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന ഇവരെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മതിയായ രേഖകൾ ഇവരുടെ കൈവശമില്ലെന്ന് കണ്ടെത്തിയത്. തുടർന്ന് റെയിൽവേ പോലീസ് കുട്ടികളെ CWCക്ക് കൈമാറി. കോഴിക്കോട്ടെ ഫാത്തിമ ഹിഫ്സുൽ ഖുറാൻ അക്കാദമിയിൽ പഠിപ്പിക്കാൻ എന്ന പേരിലാണ് കുട്ടികളെ കൊണ്ടുവന്നത്. കോഴിക്കോട് അണ്ടിക്കോടുള്ള സ്ഥാപനം ഹായത്തുൽ ഇസ്ലാം സമിതിയുടെ നേതൃത്വത്തിൽ ഉള്ളതാണെന്ന് കുട്ടികളുടെ കൂടെയുള്ളവർ പറയുന്നുണ്ട്. 2 വർഷത്തെയോ 2 മാസത്തെയോ കോഴ്സിന് എന്ന പേരിലാണ് കുട്ടികളെ എത്തിച്ചിരിക്കുന്നത്. നിലവിൽ കുട്ടികൾക്ക് CWC കൗൺസിലിംഗ് നൽകി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. വിദ്യാഭ്യാസ രേഖകൾ ഉൾപ്പെടെ കുട്ടികളുടെ പക്കൽ ഇല്ല. ഗ്രാമപ്രമുഖൻ നൽകിയ ഒരു കത്ത് മാത്രമാണ് ഉള്ളത്. ഇത് ഒരു രേഖയായി അംഗീകരിക്കാനാവില്ല എന്നും വിദ്യാഭ്യാസ രേഖകൾ ലഭിച്ചാൽ കോഴിക്കോട് CWCക്ക് കുട്ടികളെ കൈമാറുമെന്നും പാലക്കാട് CWC ചെയർമാൻ സേതുമാധവൻ പറഞ്ഞു. സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആധാർ കാർഡ് ഈസ് നോട്ട് അറ്റ് ഓൾ ഒരു എവിഡൻ്റ് ആയിട്ടുള്ളൊരു ഇതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ആദ്യം സ്കൂൾ രേഖകൾ സ്കൂളിൽ ചേർത്തതിൻ്റെയും ആ സ്കൂളിലുള്ള അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അതില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധിക്കുക. ഈ 2 സർട്ടിഫിക്കറ്റുകളും ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് കുട്ടികളുടെ കയ്യിലില്ല. അങ്ങനെ 2 രക്ഷിതാക്കളാണ് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബീഹാറിലുള്ള ഒരു ഗ്രാമപ്രമുഖ് എന്ന് പറയുന്ന ഒരാളൊരു കത്ത് മാത്രമാണുള്ളത്. അത് നമുക്ക് ആ രീതിയിൽ നോക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ മറ്റു കാര്യങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിക്കും. നമ്മളിപ്പോൾ ജെനുവിനായിട്ടുള്ള റെക്കോർഡ്സൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലാണ് അവർ തുടർന്ന് പഠിക്കുന്നതെങ്കിൽ കോഴിക്കോട് CWCക്ക് നമ്മൾ ഈ കുട്ടികളെ കൈമാറും. കോഴിക്കോട് CWC അവരുടെ പഠനവും സുരക്ഷയും ഉറപ്പുവരുത്തും. കുട്ടികളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും CWC ഉറപ്പുവരുത്തുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. നേരത്തെയും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രേഖകളില്ലാതെ ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നുമെല്ലാം എത്തിച്ച കുട്ടികളെ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല 2013 ഇത്തരത്തിൽ കുട്ടികളെ എത്തിച്ചത് മനുഷ്യക്കടത്താണെന്നുൾപ്പെടെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ കുട്ടികളെ എത്തിച്ചത് മനുഷ്യക്കടത്തല്ലെന്ന് CWC വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ജനം, പാലക്കാട്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. प्रेरणा है, हमारे जीवन का लक्ष्य क्या है, पर्पस ऑफ लाइफ क्या है, कैसे हम नेशन फर्स्ट की भावना के साथ अपना जीवन जिए. हमारे हर प्रयास में समाज का, देश का हित हो, इस दिशा में स्वामी विवेकानंद जी का जीवन हम सभी के लिए बहुत बड़ा मार्गदर्शक है, प्रेरक है. स्वामी विवेकानंद का स्मरण करते हुए हर साल 12 जनवरी को हम राष्ट्रीय युवा दिवस मनाते हैं और उन्हीं की प्रेरणा आज 12 जनवरी को विकसित भारत यंग लीडर डायलॉग के लिए चुना गया है. साथियों, मुझे खुशी है कि बहुत ही कम समय में विकसित भारत यंग लीडर्स डायलॉग इतना बड़ा प्लेटफॉर्म बन गया है.
ഇതോടെ ടോപ്പ് 7 at 7 പൂർണ്ണമാകുന്നു. നമസ്തേ.